സ്വഹീഹുൽ ബുഖാരി ദർസ് 5 കിതാബ് ബദുഉൽ വഹ്യ് ഹദീസ് 6 ഹദ്ദസന അബ്ദാൻ എന്ന് തുടങ്ങിയിട്ട് കാണാം. عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم أجود الناس وكان أجود ما يكون في رمضان حين يلقاه جبريل وكان يلقاه في كل ليلة من رمضان فيدارسه القرآن فلرسول الله صلى الله عليه وسلم أجود بالخير من الريح المرسلة. عن ابن عباس ابن عباس رضي الله عنهما അവർകളിൽ നിന്നുള്ള നിവേദനം. قال അദ്ദേഹം പറഞ്ഞു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരനായിരുന്നു, ഏറ്റവും ദാനശീലനായിരുന്നു. വകാന അജ്വദുമാ യകൂനു, അവിടുന്ന് ഏറ്റവും കൂടുതൽ ഉദാരത ദാനശീലം കാണിച്ചിരുന്നത് ഫി റമദാന, റമദാൻ മാസത്തിലായിരുന്നു. ഹീന യൽഖാഹു ജിബ്രീൽ അലൈഹിസ്സലാം നബി അവർകളെ സന്ദർശിക്കാറുള്ള, ജിബ്രീൽ അലൈഹിസ്സലാം നബി അവർകളെ കൂടുതലായിട്ട് സന്ദർശിച്ചിരുന്നത് റമദാൻ മാസത്തിലായിരുന്നു എന്ന് കാണാം. വകാന യൽഖാഹു ഫി കുല്ലി ലൈലത്തിൻ മിൻ റമദാന, ജിബ്രീൽ അലൈഹിസ്സലാം റമദാനിലെ എല്ലാ രാത്രിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്ന് കാണുമായിരുന്നു. ഫയുദാരിസുഹു അൽ ഖുർആന, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ പാഠം നോക്കുമായിരുന്നു. ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസലത്തി, റീഹിൽ മുർസലത്ത് എന്ന് പറഞ്ഞാൽ അടിച്ചു വീശുന്ന കാറ്റ്, ഇടതടവില്ലാതെ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനശീലനായിരിക്കും ആ സമയത്ത് എന്നർത്ഥം. അങ്ങനെയായിരുന്നു എന്നതാണ്. അപ്പോ ഇവിടെ കുറെ കാര്യങ്ങൾ ഇതിൽ നിന്നും മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ജൂദ് എന്ന് പറഞ്ഞാല് ഉദാരത എന്നാണ്. ചോദിക്കാതെ തന്നെ ദാനം ചെയ്യാം, നന്മയിൽ ചെലവഴിക്കുക, അതൊക്കെയാണ് ജൂദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജ്വദ് എന്ന് പറഞ്ഞാല് കൂടുതൽ ഉദാരത, ഏറ്റവും കൂടുതൽ ഉദാരത എന്നും പറയാം. കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടും സൂപ്പർലേറ്റീവ് ആയിട്ടും അറബിയിലെ അഫ്അലു എന്നുള്ള വസനാണ്, ഇസ്മു തഫ്ദീലിന്റെ വസന ഉപയോഗിക്കുക. അതേപോലെ മറ്റൊരു കാര്യം, സജ്ജനങ്ങളുമായുള്ള സഹവാസം, ജിബ്രീൽ അലൈഹിസ്സലാം ആയിട്ടുള്ള ആ സഹവാസം ആ സമയത്ത് കൂടുതൽ ഉദാരതയ്ക്ക് നിമിത്തമാകുന്നു. അപ്പൊ അത് ഒരു പ്രാധാന്യം, സ്വാലിഹീങ്ങളുമായിട്ടുള്ള സഹവാസം, അവരുമായുള്ള മുജാലസത്ത്, അവരെ കൂടെ ഇരിക്കല്, അത് നല്ല കാര്യമാണ് എന്ന് സൂചിപ്പിക്കും. അതേപോലെ റമദാൻ മാസത്തിന്റെ പ്രാധാന്യം, റമദാൻ മാസത്തിൽ ഖുർആനുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കണം എന്നത്, കൂടുതലായിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ഹിഫ്ള് ചെയ്യുകയും ഖുർആൻ മനനം ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നതാണ്. ഇവിടെ മുദാറസത്തുൽ ഖുർആൻ എന്ന് പറഞ്ഞാല് ഖുർആൻ ഒരാള് മറ്റൊരാള് അത് കേൾക്കുക, ഇത് ചോദിക്കൊടുക്കുക, ഇതിനൊക്കെ മുദാറസത്ത് എന്ന് പറയും, രണ്ടുപേര് ചേർന്നിട്ട്. അപ്പൊ ഇവിടെ ജിബ്രീൽ അലൈഹിസ്സലാമിൽ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്, അത് ജിബ്രീൽ അലൈഹിസ്സലാം പാഠം നോക്കുക. അപ്പൊ എല്ലാ റമദാൻ മാസത്തിലെ എല്ലാ രാത്രിയിലും ഖുർആൻ പാഠം നോക്കുമായിരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. അങ്ങനെ വർഷത്തിൽ റമദാൻ മാസത്തിൽ ഒരു തവണ പൂർത്തിയായിട്ട് ഖുർആൻ പാഠം നോക്കിയിരുന്നു എന്നും, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ആ വർഷത്തിൽ 2 തവണ പാഠം നോക്കിയിരുന്നു എന്നും ഒക്കെ കാണാം. ഇതിൽ ഇങ്ങനെ കുറെ പാഠങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അതേപോലെ ഖുർആന്റെ പാരായണവും പഠനവും മനനവും അത് നമുക്ക് നമ്മുടെ ഹൃദയ നൈർമല്യത്തിനും ഉദാരതക്കും കാരണമാകും എന്നതും ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പോയിന്റാണ്.